വചനമൊഴി കൈത്താക്കാലം 3-ാം ഞായർ. വചനഭാഗം നിയമാവർത്തനം 5:6-16, ഏശയ്യ 5:1-7, 2 കൊരിന്തോസ് 7:1-11, യോഹന്നാന്റെ സുവിശേഷം 9:1-12, 35-38. കൈത്താക്കാലം 3-ാം ഞായറാഴ്ച പരിശുദ്ധ കുർബാന മധ്യേയുള്ള വചന പ്രഘോഷണങ്ങളിൽ ഒന്നാമത്തെ വചനഭാഗം നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. ഈ വചനഭാഗം ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയ 10 പ്രമാണങ്ങൾ മോശ ജനത്തോട് വിവരിക്കുന്നതാണ്. 10 കൽപ്പനകളിൽ ആദ്യത്തെ 3 കൽപ്പനകളാണ് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തിന്റെ അനന്യമായി നിൽക്കുന്ന 3 കാര്യങ്ങൾ. കാരണം മറ്റു കൽപ്പനകളെല്ലാം ലോകത്തിൽ അതിനു മുൻപും നിലനിന്നിരുന്ന ആചാരങ്ങളുടെയും നിയമങ്ങളുടെയും എല്ലാം ഭാഗമായി ഉണ്ടായിരുന്നവ തന്നെയായിരുന്നു. ബാബിലോണിയൻ സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഹമ്മുറാബി നിയമസംഹിതയിലെ 282 നിയമങ്ങളിൽ ഇവയെല്ലാം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചുള്ള, ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ അനന്യമായിരുന്നു ഇസ്രായേൽ ജനതയ്ക്ക്. അതായത് ദൈവം ഒന്നേയുള്ളൂ എന്നും ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്നും, ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, അവിടുത്തെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ള കൽപ്പനകൾ. ആദ്യത്തെ 3 കൽപ്പനകൾ വിശദമായി ഈ വചനഭാഗത്ത് നൽകിയിരിക്കുന്നതിലൂടെ ഇതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ദൈവമല്ലാത്തവയെ ദൈവമായി ആരാധിക്കരുതെന്നും അങ്ങനെ ചെയ്യുന്നത് വലിയ തിന്മയാണെന്നും വചനം പഠിപ്പിക്കുന്നു. ഏകസത്യ ദൈവത്തിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെയും പ്രതിഷ്ഠിക്കരുതെന്നും കൽപ്പന നൽകി. സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന, കാരുണ്യം വർഷിക്കുന്ന, എന്നാൽ തിന്മയോട് അസഹിഷ്ണുത പുലർത്തുന്ന ഒരു ദൈവത്തെയാണ് മോശയിലൂടെ വെളിപ്പെടുത്തുന്നത്. തന്നെ സ്നേഹിക്കുന്നവരുടെ മേൽ 1000 തലമുറ വരെയും കാരുണ്യം കാണിക്കുമെന്നും തന്നെ വെറുക്കുന്നവർക്ക് 3-4 തലമുറ വരെയും ശിക്ഷ നൽകുമെന്നും പറയുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ വലുപ്പമാണ് എടുത്തു കാണിക്കുന്നത്. 1000-നെ 3-നോടും 4-നോടും തുലനം ചെയ്യുമ്പോൾ 1000 വളരെ വലുതാണ്. ദൈവത്തിന്റെ കരുണ അത്രമാത്രം വലുതാണെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇതല്ലാതെ തലമുറകൾ എണ്ണി ശിക്ഷിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തെ കാണിച്ചു തരികയല്ല ഈ തിരുവചനം ചെയ്യുന്നത്. 1000 തലമുറകൾ കൗത്തു വരാത്ത ഒരു 3-4 ഉണ്ടാവുകയില്ല. അതിനാൽ തന്നെ ദൈവത്തിന്റെ കരുണ എല്ലാവർക്കും ഉള്ളതാണ്. തെറ്റ് ചെയ്യുന്നവരോടും കരുണ കാണിക്കുന്നവനാണ് അവിടുന്ന്. എന്നാൽ തെറ്റിന് ശിക്ഷ നൽകുന്നതിനുമാണ്. ശിക്ഷ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് അത് ശിക്ഷണമാണ്, രക്ഷ പ്രദാനം ചെയ്യുന്നതാണ്. ശിക്ഷണം തത്സമയം വേദനാജനകമാണെങ്കിലും അത് നൽകുന്നത് രക്ഷിക്കുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയാണ്. താൻ പ്രത്യേകം സംരക്ഷിച്ചു വളർത്തി ഇസ്രായേൽ നല്ല ഫലം നൽകാതെ ചീത്ത ഫലം നൽകിയപ്പോൾ ഇസ്രായേലിന് ശിക്ഷണം നൽകുന്നതിനെ കുറിച്ച് ഏശയ്യാ പ്രവാചകൻ ഒരു ഉപമയിലൂടെ സംസാരിക്കുന്നതാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ശ്രവിക്കുന്ന 2-ാമത്തെ പ്രഘോഷണം. മുന്തിരിത്തോട്ടത്തിന്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കുമെന്ന് പറയുന്നത് ഇസ്രായേലിന് നഷ്ടമാകുന്ന സംരക്ഷണവും അവർ നേരിടാൻ പോകുന്ന അന്യദേശങ്ങളുടെ ആക്രമണവുമാണ്. ഇസ്രായേലിനെ അടിമത്തത്തിലേക്ക് വിട്ടുകൊടുത്തത് ദൈവം തന്നെയാണ്. അതവർക്ക് ഒരു ശിക്ഷണമാകുന്നതിനു വേണ്ടിയായിരുന്നു. അവർ നേരിടേണ്ടി വന്ന സഹനം തങ്ങളെ തെറ്റിൽ നിന്ന് അകറ്റുന്നതിനുള്ള ദൈവിക ശിക്ഷണത്തിന്റെ ഭാഗമായി പിന്നീട് ഇസ്രായേൽ ജനം മനസ്സിലാക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇസ്രായേൽക്കാരുടെ ഇടയിൽ വളർന്നു വന്ന ഒരു ചിന്താധാരയും വിശ്വാസവുമായിരുന്നു മനുഷ്യരുടെ ജീവിതത്തിലെ ദുരിതങ്ങളും സഹനങ്ങളുമെല്ലാം ദൈവത്തിന്റെ ശിക്ഷയാണ് എന്നുള്ളത്. ആ ചിന്താരീതിയിലേക്കാണ് സുവിശേഷ ഭാഗത്ത് ഈശോയുടെ ശിഷ്യന്മാർ കടക്കുന്നത്. എന്നാൽ ഈശോ അതിനൊരു തിരുത്തു നൽകുകയാണ്. സഹനങ്ങളെ ദൈവത്തിന്റെ ശിക്ഷയായി മാത്രം കാണണമെന്നില്ല, മറിച്ച് ദൈവമഹത്വം വെളിപ്പെടുന്ന നിമിഷങ്ങളായും അതിനെ തിരിച്ചറിയണമെന്നാണ് ഈശോ പറയുന്നത്. അന്ധനായി ജനിച്ചത് അയാളുടെയോ അയാളുടെ പാപത്തിന്റെയോ ഫലമായല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനാണ്.
സഹനം മനുഷ്യരുടെ തെറ്റിന്റെ ഫലമായുണ്ടാകാം. എന്നാൽ എല്ലാ സഹനങ്ങളും അപ്രകാരമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ ചില സഹനത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം നമ്മെ കൂടുതൽ നന്മയിലേക്ക്, കരുത്തിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ ലേഖനഭാഗത്ത് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് ദൈവഹിത പ്രകാരമുള്ള സഹനങ്ങളെ കുറിച്ചാണ്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖങ്ങൾ രക്ഷാകരമായ മാനസാന്തരത്തിലേക്ക് നയിക്കുമെന്നാണ് ശ്ലീഹ പറയുന്നത്. സഹനങ്ങളെ രക്ഷാകരമായ മൂല്യങ്ങളോട് ചേർത്ത് നിർത്തുമ്പോൾ നിരാശയിലേക്കല്ല, പ്രത്യാശയിലേക്കാണ് നമുക്ക് ചെന്നെത്താനാവുന്നത്. സഹനത്തിന്റെ നിമിഷങ്ങളിൽ തകർച്ചയിലേക്ക്, നിരാശയിലേക്ക് പതിയാതെ പ്രത്യാശയോടുകൂടി സഹനങ്ങളെ അഭിമുഖീകരിക്കാനും പ്രത്യാശയുടെ അടയാളമായ ശ്ലീഹായുടെ പാതയിൽ പിൻചെന്ന് പ്രത്യാശയിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.